എസെക്കിയേലിന്റെ പുസ്തകത്തിന്റെ 3-ാമത്തെ അധ്യായം പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, എസെക്കിയേൽ നീ ചെവി തുറന്ന് വചനം കേൾക്കുകയും ചെവി തുറന്നു വചനം കേൾക്കുകയും ഹൃദയത്തിൽ ദൈവവചനം സൂക്ഷിക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. ഈ ദൈവവചനത്തിന്റെ വില അറിഞ്ഞിട്ടുള്ളവര് അവർ ഭയങ്കര സന്തോഷമുള്ളവർ. ഈ ഭൂമിയിൽ ഏറ്റവും സന്തോഷമുള്ളത് ദൈവവചനം കിട്ടുന്നത്. അവിടെ പരിശുദ്ധ അമ്മ പറയുന്നത് ലൂക്ക 1:46-47, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദം. ദൈവവചനം കിട്ടുക. ചിലർക്ക് അച്ഛൻ ബൈബിൾ വായിച്ച വചനം വായിച്ചാൽ വായിക്കാം പഠിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ ദൈവവചനം കിട്ടുക, കേൾക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അത് വലിയൊരു ഭാഗ്യമാണ്. അത് ഈശോയെ തന്നെയാണ് കിട്ടുന്നത്. ഈശോയാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടെങ്കിൽ എന്റെ വചനമല്ല, എന്റെ പ്രബോധനം ഡോമിനിക്കച്ചന്റെ കലാസമായിട്ട് ഞാൻ വന്നിരിക്കുകയല്ല. ദൈവവചനം, സുവിശേഷത്തിൽ എഴുതപ്പെട്ട പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ ദൈവവചനം, ആ വചനം അത് പറയാൻ ഞാനൊരു ഉപകരണമായി നിൽക്കുന്നു എന്നുള്ളൂ. വചനം എന്തോ ഈശോയാണ്, അല്ല വേറെ ആരുടെയല്ല വചനം. ദൈവവചനത്തിന്റെ ഈശോയാണ്, ഈശോയാണ് നമ്മളോട് സംസാരിക്കും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അത്ഭുതം ഉണ്ടാകാം, രോഗശാന്തി ഉണ്ടാകാം, പൈശാചിക ബന്ധനം വിട്ടുപോകാം, മാനസാന്തരം ഉണ്ടാകാം, ദൈവ അനുഭവം ഉണ്ടാകാം, വിശ്വാസം ഉണ്ടാകാം, എല്ലാം സംഭവം. പരിശുദ്ധാത്മാവിലുള്ള ഒരുപാട് വരങ്ങൾ കിട്ടാം, എല്ലാം സംഭവിക്കും ഈ വചനം കേട്ടുകൊടുത്താൽ. കൈയെടുത്ത്